മീൻ ബിരിയാണിയാണേ. ഒരു 3 മീഡിയം സൈസ് സവോളയും 4 സവാള, 3 തക്കാളിയും, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ്, പച്ചമുളകും കൂടി. ഇത് മീൻ ഒരു വലിയൊരു മീനാണ്, അയക്കൂറയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇത് നമുക്കൊന്ന് 6 kg കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അത് ചോറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് വഴറ്റി എടുക്കാം. വഴന്ന് വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റി വെക്കാം. കോരി മാറ്റി വെച്ചതിന് ശേഷം അതിൽ നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മീൻ ബിരിയാണിയിൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ പല ആൾക്കാരും പല സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയുള്ളത്, മീൻ ബിരിയാണി. ചിക്കനും ബീഫെല്ലാമെങ്കിൽ കുക്കറിലൊന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് വേവിച്ചെടുക്കും, അങ്ങനെയാണ്. മീൻ ബിരിയാണിക്ക് പിന്നെ അങ്ങനെ കുക്കറിൽ വഴറ്റേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ടൈം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് അപ്പുറത്തുനിന്ന് ഇത് ആവുന്ന ടൈമിന് നമുക്ക് ഇവിടുന്ന് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. മീൻ ഞാൻ ഒരു അരമണിക്കൂറും മുളക് പൊടിയിലും ഉപ്പിലും ഇതാക്കി വെച്ചതാണ്, സോക്ക് ചെയ്ത് വെച്ചത്. നേരത്തെ കുറേ സമയം, അരമണിക്കൂറായി. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 1-1.5 സ്പൂണ് ഗരം മസാല പൊടി ചേർക്കുക. ഗരം മസാല, ബിരിയാണി മസാല പൊടി ചേർക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കുക. ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര്, മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം ചേർത്താൽ കൂടുതൽ ടേസ്റ്റായി. എൻ്റെ അടുത്ത് പുതിന ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. മീനൊന്ന് മറിച്ചിട്ട് വേവ് കറക്റ്റാക്കി എടുക്കുക. നമുക്ക് ചോറുണ്ടാക്കണ്ടേ. 6 kg എണ്ണ ഒഴിച്ച് അതിലൊരു ചെറിയ പീസ് ഉള്ളിയും പിന്നെ കറാമ്പ്, പട്ട, ഇല ഇട്ടിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതിയേ. എന്നാൽ റോസ് ബ്രാൻഡിൻ്റെ അരിയാണ് എടുത്തത്. അങ്ങനെ എടുത്താൽ കറക്റ്റായി നമുക്ക് വേവിന് കറക്റ്റായ വെള്ളമാവും കേട്ടോ. ചോറ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം റെഡിയായി. ചോറ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മസാല പകുതി ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടാണ് മസാല ഇട്ടത് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും എടുത്ത് വെച്ച് ആദ്യം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ സോക്ക് ചെയ്യുക. വീണ്ടും അതിൻ്റെ മേലെ മസാല നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്കൊരു 5-10 മിനിറ്റ് ഒരു ദമ്മിടുന്നതിന് പകരം ഞാനങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക. ബിരിയാണിയായി. നല്ല മീൻ ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടാ. മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും മീൻ ബിരിയാണിയെല്ലാം. ഇപ്പം എല്ലാവർക്കും ബിരിയാണിയുള്ള സ്ഥിരമായിട്ട്